നടൻ സൗബിൻ സാഹിറിന്റെ വീട്ടിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന തുടരുകയാണ്. സൗബിന്റെ വീട്ടിലേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. പറവ ഫിലിംസിന്റെ ഓഫീസായി പ്രവർത്തിക്കുന്ന വീട്ടിലാണ് പരിശോധന നടക്കുന്നത്. വിവരങ്ങളുമായിട്ട് കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, പരിശോധന വീണ്ടും തുടരുകയാണോ? നേരത്തെ ED അടക്കമുള്ള ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയതാണ്, അതും സമാനമായ സംഭവത്തിൻ്റെ പേരിൽ തന്നെ. ഇപ്പോഴും പരിശോധന തുടരുന്ന സാഹചര്യം ഇത്രയധികം വലിയ കേസായി മാറുകയാണോ സൗബിൻ സാഹിറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക തട്ടിപ്പ്? ലാല, ഇന്നലെ 14 മണിക്കൂറോളമാണ് സൗബിൻ്റെ ഈ കാണുന്ന ബാബു ഷാഹിർ എന്ന് പറയുന്ന ഈ വീട്ടിൽ, സൗബിൻ്റെ പിതാവിൻ്റെ പേരിലുള്ള വീടാണ്. ഈ വീട്ടിലാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. ഇന്നലെ രാത്രി 11:30 കൂടിയാണ് പരിശോധന അവസാനിച്ചതും. ഇന്ന് ഉച്ചയോടുകൂടി പരിശോധന വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഏറെക്കുറെ 10ഓളം ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. കൊച്ചി യൂണിറ്റിൻ്റെ കീഴിലായിരുന്നു പരിശോധന നടക്കുന്നത്. മാത്രമല്ല, ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് അടക്കമുള്ള ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ടായിരുന്നു. അതേ ഉദ്യോഗസ്ഥർ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും പരിശോധന ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ ഡ്രീം ബിഗ് ഫിലിംസിൻ്റെ ഓഫീസിലും പരിശോധന നടക്കുന്നുണ്ട്. നേരത്തെ സൗബിൻ ഷാഹിറിൻ്റെ ചിത്രമായിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ്, അതിൻ്റെ നിർമ്മാണം അല്ലെങ്കിൽ ആ ചിത്രം നിർമ്മിച്ചത് സൗബിൻ്റെ കമ്പനിയായിട്ടുള്ള പറവ ഫിലിംസാണ്. 240 കോടി രൂപയുടെ ആദായം ഈ ചിത്രത്തിലൂടെ ഉണ്ടാക്കി എന്നുള്ളതാണ് ആദായ നികുതി വകുപ്പിൻ്റെ കണ്ടെത്തൽ. അതിൽ തന്നെ കൃത്യമായ നികുതി അടച്ചിട്ടില്ല എന്നുള്ളതും ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പരിശോധന ശക്തമായിരിക്കുന്നത്. മാത്രമല്ല, ഏതാനും ചില രേഖകളും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പരിശോധന ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഡ്രീം ബിഗ് ഫിലിംസ് ആണ് ഈ ചിത്രം വിതരണത്തിന് എടുത്തിരുന്നത്. ആ സിനിമാ കമ്പനിയുടെ ഓഫീസിലും ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. ഇന്ന് അവിടെയും പരിശോധന നടക്കുന്നുണ്ട്. എന്തായാലും ശക്തമായ പരിശോധന തന്നെയാണ്. നേരത്തെ ഇത് സംബന്ധിച്ചുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പരിശോധന ഉണ്ടായിരുന്നു. ഒന്ന് കള്ളപ്പണം വെളുപ്പിക്കൽ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വിലയിരുത്തൽ. അതേ രീതിയിൽ തന്നെയാണ് ആദായ നികുതി വകുപ്പും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. 240 കോടി രൂപയുടെ ആകെ വിറ്റുവരവ് ഈ ചിത്രം ഉണ്ടാക്കിയിരുന്നു. അതിൽ തന്നെ കൃത്യമായ ഒരു നികുതി ഇതിൽ നൽകിയിട്ടില്ല എന്നുള്ളൊരു കണ്ടെത്തൽ ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൂടുതൽ രേഖകൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ കാണുന്ന സൗബിൻ ഷാഹിറിൻ്റെ വീട്ടിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലാല്, പറവയെ കൂട്ടിലടക്കാനുള്ള ശ്രമത്തിലാണ് ആദായ നികുതി വകുപ്പ്. സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിലാണ് സൗബിൻ ഷാഹിറിൻ്റെ ഓഫീസായി പ്രവർത്തിക്കുന്ന വസതിയിൽ നിലവിൽ IT ഉദ്യോഗസ്ഥരുടെ പരിശോധന നടക്കുന്നത്. സഹിൻ ആന്റണിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.